ഹലോ, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നൊരു പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. അതായത് ഗോബി മഞ്ചൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ആയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം കോളിഫ്ലവർ. അത്യാവശ്യം മോശമില്ലാത്ത വലിപ്പമുള്ളൊരു കോളിഫ്ലവർ തന്നെ ഞാൻ നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഞാൻ നല്ലോണം കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം നോക്കിയിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കണം. കാരണം വേറൊന്നുമല്ല, അതിൻ്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം നല്ലോണം പതപ്പിച്ചിട്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കണം. പക്ഷേങ്കിൽ ഞാനിവിടെ ആ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, വല്ല പുഴുണ്ടെങ്കിൽ ചത്തു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ എൻ്റെ ബുദ്ധി എപ്പടി ഇറക്കി. അപ്പോഴേക്ക് വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് മൈദപ്പൊടിയും ഇത്തിരി കോൺഫ്ലവറും കുറച്ച് കുരുമുളകും ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് എൻ്റെ പതപ്പിച്ചിട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഞാൻ തണിഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി. എന്നിട്ട് ആ പ്ലേറ്റിൽ നിന്ന് ഈ മൈദപ്പൊടിയിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടിട്ട് അതിനെ നല്ലോണം കുഴച്ച് മിക്സാക്കി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചീശ വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊന്നും എല്ലായിടേക്കും പിടിക്കണം. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മിക്സാക്കി വെച്ച കോളിഫ്ലവറും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു കളറ് മാറി വരുന്ന ടൈം വരെ ഒന്ന് അതിനെ. അപ്പോഴേക്കും ഞാനൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും പിന്നെ കുറച്ച് സോയാ സോസ് ആണെന്ന് തോന്നുന്നു അതും കൂടെ ഇട്ടിട്ട് അതൊന്ന് നല്ലോണം കലക്കി വെച്ച് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് അതും കൂടെ കലക്കി അങ്ങനെ രണ്ട് പാത്രത്തിലും രണ്ട് സാധനങ്ങളും റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മൾ കോളിഫ്ലവർ ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയ ബാക്കി വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ആ പാനിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഷേപ്പ് മാറ്റിയിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു. അത് വാടി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു 1.5 ഉള്ളിയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കവും കൂടെ മുറിച്ചിട്ടിട്ട് അതും നല്ലോണം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുത്ത് പിന്നെ കുറച്ച് കുരുമുളകും കൂടെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പിന്നെ ഞാനിവിടെ മിക്സാക്കി വെച്ചിട്ടുള്ള സോസ് അതിലേക്ക് ഒഴിച്ചു. അതുപോലെ കോൺഫ്ലവറിൻ്റെ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ പൊരിച്ചു വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് അതിനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഫ്ലവറിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ അത് ഏകദേശം ഒന്ന് കട്ടപ്പിടിച്ച് വന്നിട്ടുണ്ട്. അതോടുകൂടെ നമ്മളെ ഗോബി മഞ്ചൂരി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയണ്ട.